എല്ലാവർക്കും നമസ്തേ. 2 ദിവസം മുമ്പ് വലിയൊരു ചടങ്ങിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽപ്പെട്ട ഒരു അതിദരിദ്ര കുടുംബത്തിൻ്റെ ഒരു ചിത്രം, അവരുടെ ആ വീടിൻ്റെ ഉൾപ്പെടെയുള്ള ചിത്രവുമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വാർത്ത ചെയ്തിരുന്നു. അതിൽ ആ കുടുംബം കഴിയുന്നത് ടിൻഷീറ്റ് കൊണ്ട് 4 പാടും മറച്ച്, മേൽക്കൂര ടിൻഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ് ഒരു വീട്ടിൽ കഴിയുന്ന വളരെ ദരിദ്രരായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ ചിത്രമാണ് കാണിച്ചത്. ഇത് കാണുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങൾ, സാധാരണ ജനങ്ങൾ വളരെയേറെ വേദന ഉളവാക്കുന്ന ഒരു ദൃശ്യം തന്നെയായിരുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. മുഖ്യമന്ത്രി കേരളത്തെ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതോടുകൂടി ഇത്തരം സാധുക്കളുടെ, അതിദരിദ്രരുടെ അന്നമല്ലേ മുട്ടിക്കുന്നത്. ഇത് പറയാൻ കാരണം, അതിദരിദ്രർക്ക് കേന്ദ്ര സർക്കാർ വാരിക്കോരിയാണ് റേഷൻ നൽകുന്നത്. അവർക്ക് മഞ്ഞ കാർഡ്, റേഷൻ കാർഡ് തന്നെ മഞ്ഞ കാർഡ് കൊടുത്തിട്ട് അവർക്ക് കൂടുതൽ അരിയും ഭക്ഷ്യോൽപ്പന്നങ്ങളും എല്ലാം വളരെയേറെ ഒരു കുടുംബത്തിന് കഴിയാനുള്ള കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ അതീവ ദരിദ്രരെ എന്ന് പറയുന്നൊരു വിഭാഗമില്ല. അവരെയെല്ലാം അതിന് മുകളിൽ കൊണ്ടുവന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇവർക്ക് ഈ മഞ്ഞക്കാർഡിൽ നിന്ന് ഇവരെ ഒഴിവാക്കുകയല്ലേ ചെയ്യുന്നത്. കേന്ദ്രം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേന്ദ്രം നോക്കുമ്പോൾ ഇവിടെ അതിദരിദ്രരില്ല, അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് റേഷൻ നൽകേണ്ടതില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. സംസ്ഥാന സർക്കാർ അതാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇലക്ഷൻ വരുന്നു, ഇലക്ഷൻ എടുക്കുമ്പോൾ ജനങ്ങളെ പറ്റിച്ച് വോട്ട് നേടാൻ വേണ്ടി ഇത്തരം പാവങ്ങൾക്ക് ശരിക്കൊരു പണിയാണ് കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു സംസ്ഥാന ഭരണാധികാരിക്ക് ചേർന്നതാണോ? തങ്ങൾക്ക് വോട്ട് ചെയ്ത് ഈ അതിദരിദ്രരിൽ ഭൂരിപക്ഷവും CPM വോട്ട് ചെയ്യുന്നവരാണ്. അവരെ ദ്രോഹിക്കുന്ന നടപടിയല്ലേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന, അതീവ ദരിദ്രർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കുകയല്ലേ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഖേദകരമാണ്, ദുഃഖകരമാണ്, പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു വീട്, കോഴിക്കോട് കോർപ്പറേഷനിലെ ഈ ഒരു കുടുംബത്തിൻ്റെ വീട് കാണിച്ച് ഇത് നമ്മൾ കണ്ടു. ഇതേപോലെ കേരളത്തിൽ ലക്ഷോപലക്ഷം ആൾക്കാർ ഇതേ അവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. അവരെയെല്ലാം പിന്നിൽ നിന്ന് കുത്തുകയാണ് ഈ പിണറായി സർക്കാർ ചെയ്തത്. കേവലം കുറച്ച് വോട്ടിന് വേണ്ടി, അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഇത്ര കൊടും ക്രൂരത ചെയ്യാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കഴിയൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റുകൾ സ്വയം പറയുന്നത് ഞങ്ങൾ ദരിദ്രർക്കൊപ്പമാണ്, തൊഴിലാളി സമൂഹത്തിനൊപ്പമാണ്, തൊഴിലാളി വർഗ പാർട്ടിയാണ് ഞങ്ങളുടേത്, ഞങ്ങൾ ദരിദ്രർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അവർ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിനായി ഈ ദരിദ്രരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം, ഇത് മനസ്സിലാക്കണം, ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. ഇത്തരം ആൾക്കാരെ കണ്ടെത്തി, പ്രതിപക്ഷ കക്ഷികൾ ഇത്തരം ആൾക്കാരെ കണ്ടെത്തി സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് സർക്കാർ ചെയ്തിരിക്കുന്ന ഈ ദ്രോഹകരമായ നിലപാട് തിരുത്താനുള്ള നടപടികൾ ആണ് സ്വീകരിക്കേണ്ടത്. അത് തങ്ങളുടെ കടമയാണ് എന്ന് തന്നെ കരുതി പ്രവർത്തിക്കുക. കാരണം ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും സമൂഹത്തിനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാളിന് അർഹതപ്പെട്ട ഒരു കാര്യം സർക്കാരിൽ നിന്ന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നേടിക്കൊടുക്കുക എന്നുള്ളത് ആ പ്രതിപക്ഷമെന്നല്ല, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കടമ തന്നെയാണ്. കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾക്കാണ്
പ്രാമുഖ്യം. അവരാണ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സമൂഹത്തിൽ കൊണ്ടുവരേണ്ടതും അതിനെതിരെ പ്രതികരിച്ച് അവർക്ക് നീതിപൂർവകമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നേടിക്കൊടുക്കേണ്ടതും. അതിനു പകരം ഇതിനെ ഒന്നും കൂടുതൽ കാര്യമാക്കാതെ മുഖ്യമന്ത്രിയുടെ നടപടിയെ തികച്ചും വിമർശിച്ച് കുറെ പ്രസ്താവനകൾ ഇറക്കുകയല്ലാതെ മറ്റൊന്നും ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും അല്ലെ പ്രതിപക്ഷത്തെ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെ അവരുടെ മുന്നണി UDFൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ കണ്ടിട്ടില്ല. അത് അവസാനിപ്പിച്ച് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിറവേറ്റാൻ, അവരുടെ കടമ നിറവേറ്റാൻ അവർ പരിശ്രമിക്കണം. ഇത്തരം ജനദ്രോഹകരമായ നടപടികളെ പല്ലും നഖവും ഉപയോഗിച്ച് ഈ ചെറുത്ത് തോൽപ്പിച്ച് ഈ സാധുക്കൾക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നേടിക്കൊടുക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുക തന്നെ വേണം. അത്തരം ഒരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നു തന്നെ വേണം ഈ പ്രതിപക്ഷ പാർട്ടികളും പ്രവർത്തിക്കാൻ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ജനദ്രോഹകരമായ അല്ലെങ്കിൽ അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളോടുള്ള ആ ഒരു ക്രൂരമായ സമീപനം പിണറായിയുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് തിരുത്തിക്കാനുള്ള നടപടികൾ തന്നെ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച് അതിനു വേണ്ട ശക്തമായ സമരം നടത്തേണ്ടി വന്നാൽ അതിനും തയ്യാറായിക്കൊണ്ട് ഇത്തരം ക്രൂരതയ്ക്കെതിരെ, സർക്കാരിൻ്റെ ക്രൂരതയ്ക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.